കാസർഗോഡും കോൺഗ്രസിന്റെ നിയമനക്കോഴ. കോൺഗ്രസ് ഭരണസമിതിയുടെ കീഴിലുള്ള ഈസ്റ്റ് ഏലേരി സർവീസ് സഹകരണ ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് 10 ലക്ഷം രൂപ കോഴയായി വാങ്ങിച്ച് വഞ്ചിച്ചെന്ന പരാതി. കാസർഗോഡ് ചിറ്റാരിക്കലിലെ ഈസ്റ്റേലേരി സഹകരണ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് വലിയ പരാതി ഉയർന്നിരിക്കുന്നത്. ചിറ്റാരിക്കൽ സ്വദേശിയായ കോൺഗ്രസിന്റെ സന്തത സഹചാരിയായ NC മാത്യു എന്ന വ്യക്തിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ചിറ്റാരിക്കൽ നടുവിലേക്കുറ്റിലെ NC മാത്യുവിന്റെ മകൻ അലക്സിന് ജോലി വാഗ്ദാനം ചെയ്ത് 10 ലക്ഷം രൂപ കോൺഗ്രസ് നേതാക്കൾ തട്ടിയെടുത്തു. അതിനുശേഷം ജോലി നൽകാതെ വഞ്ചിച്ചു എന്ന പരാതിയാണ് ഉയരുന്നത്. മകൻ അലക്സിന് പ്യൂൺ തസ്തികയിൽ നിയമനം നൽകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വാഗ്ദാനം ചെയ്തിരുന്നു. ഇതേ ബാങ്കിൽ തന്നെ താൽക്കാലിക നിയമനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു അലക്സ്. ഈ സമയത്ത് 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് ജോലി വാഗ്ദാനം നൽകിയത്. അന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രചരണത്തിന്റെ ചെലവിലേക്ക് കോൺഗ്രസിന് പണം കണ്ടെത്തുന്നതിന് ഈസ്റ്റേലേരി സർവീസ് സഹകരണ ബാങ്കിലെ 4 പ്യൂൺ തസ്തികകളിൽ ഒന്ന് വിൽപ്പന നടത്താൻ ജില്ലാ കോൺഗ്രസ് നേതാക്കളടക്കം ഒരുമിച്ചിരുന്ന യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്യൂൺ തസ്തികയിൽ അലക്സിനെ നിയമിക്കാമെന്നൊരു വാഗ്ദാനമാണ് കോൺഗ്രസ് നേതാക്കൾ നൽകിയത്. ഈ അസുഖബാധിതനായ ഒരാളാണ് NC മാത്യു. അതുകൊണ്ട് തന്നെ മകൻ ഈ സമയത്ത് നാട്ടിൽ തന്നെ ജോലി ലഭിക്കുന്നത് കൊണ്ട് കുടുംബത്തിന് ഗുണമുണ്ടാകുമെന്ന് കരുതി 10 ലക്ഷം രൂപ കൈമാറി എന്നാണ് പറയുന്നത്. നേരത്തെ ഭവന നിർമ്മാണത്തിനും അതോടൊപ്പം തന്നെ ചികിത്സയ്ക്കുമെല്ലാമായി കിടപ്പാടം പണയം വെച്ച് ഈസ്റ്റേലേരി സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് 25 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. ഈ വായ്പയുടെ തിരിച്ചടവിനായി 10 ലക്ഷം രൂപ സമാഹരിച്ചു വെച്ചിരുന്നു. ഈ തുകയാണ് പലപ്പോഴായി കോൺഗ്രസ് നേതാക്കൾക്ക് കൈമാറിയത് എന്നാണ് പറയുന്നത്. 2022 മാർച്ച് 16 ഈ നിയമനവുമായി ബന്ധപ്പെട്ട് അപേക്ഷ വിളിച്ചുകൊണ്ട് പത്രങ്ങളിൽ പരസ്യം ഉൾപ്പെടെ നൽകിക്കൊണ്ട് പിന്നീട് എഴുത്തു പരീക്ഷയും നടത്തി. എന്നാൽ ഇതിനുശേഷം അഭിമുഖം നടന്നില്ല. അഭിമുഖം നടക്കാത്തതിനെ തുടർന്ന് നിയമനം ലഭിക്കാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കളോട് കാര്യങ്ങൾ തിരക്കിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിയമവ്യവഹാരം നടക്കുന്നുണ്ട് എന്ന മറുപടിയാണ് നൽകിയത്. എന്നാൽ പിന്നീട് അന്വേഷിച്ച സമയത്ത് ഈ നിയമനവുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ സ്വീകരിച്ചത് ബാങ്ക് തന്നെയാണ്. ഇതിൽ 25% പ്യൂൺ തസ്തികയിലെ നിയമനം, നൈറ്റ് വാച്ച്മാൻ ഒഴിവുകളിലെ നിയമനം എന്നിവ ഡെയിലി കളക്ഷൻ ഏജന്റുമാർക്ക് സംവരണം ചെയ്തതാണ് എന്ന് കാണിച്ച് ഈ ബാങ്ക് അധികൃതർ തന്നെയാണ് ഹൈക്കോടതിയെ സമീപിച്ചതെന്നാണ് മനസ്സിലാക്കിയത്. നിയമനം നടത്താതിരിക്കാൻ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിയെന്നാണ് പറയുന്നത്. KPCC നിർവാഹക സമിതി അംഗം ഉൾപ്പെടെയുള്ള ആളുകളാണ് പണം തട്ടിയെടുത്തത് എന്നൊരു പരാതിയാണുള്ളത്. KPCC നിർവാഹക സമിതി അംഗവും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ട്രഷററുമായിരുന്ന ശാന്തമ്മ ഫിലിപ്പ് വിവിധ തവണയായി 4 ലക്ഷം രൂപ തട്ടിയെടുത്തു. അതോടൊപ്പം തന്നെ അഗസ്റ്റിൻ ജോസഫ്, ജോർജ് കരിമടം, ജിൻസൺ ജോർജ് എന്നിവർ പലതവണയായി 5 ലക്ഷം രൂപയും പിന്നീട് DCC സെക്രട്ടറിമാരായ സെബാസ്റ്റ്യൻ ബദാലിൽ, ടോമിൻ പ്ലാച്ചേരി എന്നിവർ 1 ലക്ഷം രൂപ വീതവും തട്ടിയെടുത്തു എന്നൊരു പരാതിയാണ് നൽകിയിരിക്കുന്നത്. കുടുംബത്തിന്റെ ദയനീയ സ്ഥിതിയും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് നൽകിയ പരാതിയിൽ വിവരിച്ചിട്ടുണ്ട്. ഡയാലിസിസ് ചെയ്താണ് തന്റെ ജീവൻ നിലനിർത്തുന്നത്. ഭാര്യയ്ക്ക് അടുത്തിടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കുടുംബം വലിയ കടക്കെണിയിലാണ്. നേരത്തെ എടുത്ത 25 ലക്ഷം രൂപയുടെ പലിശയും അതോടൊപ്പം തന്നെ വായ്പാ കുടിശ്ശികയും എല്ലാം ഉണ്ട്. ഈ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സഹായിക്കണമെന്ന ഒരു അഭ്യർത്ഥനയാണ് ഈ പരാതിയിൽ ജോസഫിന് ഈ പരാതി നൽകിയ മാത്യു എന്ന വ്യക്തി ആവശ്യപ്പെട്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ KPCC നിർവാഹക അംഗം ശാന്ത ഫിലിപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ തട്ടിപ്പിൽ വലിയ കുരുക്കിലായിരിക്കുകയാണ് കോൺഗ്രസ്. UDF-നകത്തും അതോടൊപ്പം തന്നെ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. സിജു കണ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.